കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഗ്രേപ്പ് സ്ക്വാഷ് ഒട്ടും കെമിക്കൽസ് ഒന്നും തന്നെ ചേർക്കാതെ പെർഫെക്റ്റായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. 1 കിലോ മുന്തിരിങ്ങ അല്പം ഉപ്പിട്ട് 2-3 വെള്ളത്തിൽ നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് അടുപ്പിലേക്ക് വെക്കണം. മുന്തിരിങ്ങ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ മാത്രമേ വെള്ളം ഒഴിക്കാവൂ, വെള്ളം കൂടി പോരുത്. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് മുന്തിരിങ്ങയൊക്കെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങും. ആ സമയത്ത് നല്ല ഒരു തിള വന്നതിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം ആ മുന്തിരിങ്ങയൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അരിയരുത്, കുരു അരഞ്ഞു പോകരുത്. ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം അരിപ്പിലോട്ട് ഒഴിച്ച് നമ്മൾ മുന്തിരിങ്ങ വേവിക്കാൻ ഉപയോഗിച്ച ആ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വയ്ക്കുക. ഇനി ആ ജ്യൂസ് മൊത്തത്തിലൊന്ന് അളന്ന് നോക്കുക. നമ്മൾ മുന്തിരിങ്ങ വേവിക്കാനായിട്ട് വെള്ളം ഉപയോഗിച്ചിരുന്നത് കാരണം ആ ജ്യൂസ് എത്രയുണ്ടായിരുന്നോ അതിൻ്റെ നേർ പകുതി വെള്ളവും അതേ അളവ് പഞ്ചസാരയും ചേർത്ത് അടുപ്പിൽ വയ്ക്കുക. ഉദാഹരണം, ജ്യൂസ് 2 ഗ്ലാസ് ആയിരുന്നെങ്കിൽ 1 ഗ്ലാസ് വെള്ളവും 2 ഗ്ലാസ് പഞ്ചസാരയും ചേർത്ത് അടുപ്പിൽ വയ്ക്കുക. ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു അല്പം ഇഞ്ചി ഒന്ന് കുത്തിച്ചതച്ചിട്ട് കൊടുക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ആ പഞ്ചസാര ഒന്ന് അലിയുന്ന സമയം മാത്രം മതി. ഒന്ന് അലിഞ്ഞ് ഒരു നൂൽ പരുവം ഒന്നും ആകണ്ട. ആ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അടുപ്പിൽ നിന്ന് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. അത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരുന്ന മുന്തിരിങ്ങ ജ്യൂസ് ഒന്നുകൂടെ അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ പഞ്ചസാര ലായനി തണുത്ത് വന്നതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ച് ആ ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ കയ്യിൽ ഗ്രേപ്സ് എസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2-3 ഡ്രോപ്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. തീർത്തും ഓപ്ഷണലാണ്, ഇല്ലെങ്കിൽ വേണമെന്നില്ല കേട്ടോ. എല്ലാം കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഒട്ടും വെള്ളമയമില്ലാത്ത കുപ്പികളിലാക്കി സൂക്ഷിക്കുക. ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:3 ആണ് കേട്ടോ. അതായത് 1 ഭാഗം സ്ക്വാഷും 3 ഭാഗം വെള്ളവും. 1/4 ഗ്ലാസ് സ്ക്വാഷ് എടുത്തിട്ട് 3/4 ഗ്ലാസ് വെള്ളവും ചേർത്ത് ഉപയോഗിക്കുക.